വാർത്തകൾ വിശദമായി. മുത്തലാഖ് വിവാദത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പാർട്ടിക്കുള്ളിൽ കുരുക്ക് മുറുകുന്നു. വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെ വ്യക്തമാക്കിയത് കുഞ്ഞാലിക്കുട്ടിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന സൂചനയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ നേതാക്കൾ ഒപ്പം നിൽക്കാതിരുന്നതിൽ കുഞ്ഞാലിക്കുട്ടിയും അമർഷത്തിലാണ്. പാർട്ടി വിശദീകരണം തേടിയതോടെ പരുങ്ങലിലായ PK കുഞ്ഞാലിക്കുട്ടിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇങ്ങനെ. വിശദീകരണം കിട്ടിയ നമ്മൾ അടുത്ത് ലീഗിന്റെ കമ്മിറ്റി കൂടും, അതിൽ ചർച്ച ചെയ്യും. കുഞ്ഞാലിക്കുട്ടി ചന്ദ്രികയുടെ ഗവേണിംഗ് ബോർഡ് യോഗത്തിൽ പങ്കെടുത്തുവെന്നും തങ്ങൾ വിശദീകരിച്ചു. അന്തർ ഗവേണിംഗ് ബോഡി ഉണ്ടായി ചന്ദ്രികന്റെ, അതിലും തിങ്കളാഴ്ച മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ വരുമ്പോൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്യാനും ലീഗ് തീരുമാനിച്ചു. ബില്ലിനെ തോൽപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കണമെന്നും തങ്ങൾ അഭ്യർത്ഥിച്ചു. തിങ്കളാഴ്ച ചേരുന്ന പാർട്ടി സെക്രട്ടേറിയറ്റിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുയരുമെന്നും സൂചനയുണ്ട്. അതേസമയം പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി നാട്ടിലേക്ക് വരാതെ നേരെ ദില്ലിയിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് സൂചന. പ്രതിസന്ധി ഘട്ടത്തിൽ നേതാക്കൾ ഒപ്പം നിൽക്കാതിരുന്നതിൽ കുഞ്ഞാലിക്കുട്ടിക്കും പ്രതിഷേധമുണ്ട്. മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ ചർച്ചയാകുന്ന സമയത്ത് ദില്ലിയിൽ സാന്നിധ്യമറിയിച്ച് മുഖം രക്ഷിക്കാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പരിശ്രമം. PDP പ്രവർത്തകർ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. ശബരിമല യുവതീ പ്രവേശന വിഷയം നേരിട്ട് പരാമർശിക്കാതെ സർക്കാരിന്റെ വനിതാ മതിൽ പ്രതിജ്ഞ. എന്നാൽ സ്ത്രീ പുരുഷ സമത്വം എന്ന ഭരണഘടനാ കാഴ്ചപ്പാടിനെ പിന്തുണക്കാനാണ് വനിതാ മതിലെന്ന് പ്രതിജ്ഞാവാചകത്തിൽ വ്യക്തമാക്കുന്നുമുണ്ട്. വനിതാ മതിലിനെ എതിർത്ത VS അച്യുതാനന്ദനെ തള്ളി കാനം രാജേന്ദ്രൻ രംഗത്തെത്തി. ശബരിമല വിവാദങ്ങൾക്ക് മറുപടിയായി സംഘടിപ്പിക്കുന്ന വനിതാ മതിലിന്റെ പ്രതിജ്ഞയിൽ ശബരിമലയോ യുവതീ പ്രവേശനമോ നേരിട്ട് പരാമർശിക്കുന്നതേയില്ല. എന്നാൽ സ്ത്രീ പുരുഷ സമത്വമെന്ന ഭരണഘടനാ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കാനാണ് വനിതാ മതിലെന്ന് പരോക്ഷ പരാമർശമുണ്ട്. സമൂഹത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കെതിരെ യാഥാസ്ഥിതികർ പണ്ടും ഉറഞ്ഞു തുള്ളിയിട്ടുണ്ട്. കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്നാണ് പ്രതിജ്ഞ. ഒപ്പം സ്ത്രീ സമത്വത്തെ പിന്തുണച്ച സർക്കാരിനുള്ള ആദരവും പ്രതിജ്ഞയിലുണ്ട്. കേരള നവോത്ഥാനം വിവരിക്കുന്നതിനോടൊപ്പം സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലും പ്രതിജ്ഞയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്നതാണ് ശ്രദ്ധേയം. ഇതിനിടെ വനിതാ മതിലിനെതിരെ പരാമർശം നടത്തിയ VS അച്യുതാനന്ദനെ തള്ളി കാനം രാജേന്ദ്രൻ രംഗത്തു വന്നു. വനിതാ മതിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഇടതുമുന്നണിയാണെന്നാണ് കാനത്തിന്റെ മറുപടി. VS CPIM അംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പാർട്ടിയും ഞങ്ങളും ഉൾക്കൊള്ളുന്ന LDFന്റെ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. NSSന് എതിരെ വിമർശനവുമായി കാനം രാജേന്ദ്രനും മന്ത്രി G സുധാകരനും. നവോത്ഥാനം വേണോ വിമോചന സമരം വേണോ എന്ന് NSS തീരുമാനിക്കണമെന്ന് കാനം പറഞ്ഞു. മന്നത്തിന്റെ ശിഷ്യന്മാർ നവോത്ഥാന പാരമ്പര്യത്തിൽ നിന്ന് മാറിപ്പോകുന്നുവെന്നും CPI സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. NSS നിലപാട് തിരുത്തി മതിലുമായി സഹകരിക്കണമെന്ന് മന്ത്രി G സുധാകരൻ ആവശ്യപ്പെട്ടു. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരായ പോരാട്ടം നടത്തിയ പാരമ്പര്യവും അദ്ദേഹമുണ്ട്. അപ്പോൾ അതിൽ ഏത് ആണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ ഇപ്പോഴും കേരള ജനത ബഹുമതിയോടുകൂടി കാണുന്നുണ്ട്. എന്നാൽ അതേസമയം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നത് അവർ ചർച്ച ചെയ്യേണ്ട അവരുടെ കാര്യം. അവരളക്കുന്ന ദൂരം അത് അവരുടെ കാര്യമാണ്. അവരെ മാന്യതയുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിനൊരു വലിയ പാരമ്പര്യമുണ്ട്, ഒരു നവോത്ഥാന പാരമ്പര്യമുണ്ട്. ബഹുമാനായ മന്നത്തിൻ്റെ അടക്കം അദ്ദേഹമാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ ആക്ഷേപിക്കാനില്ല. പക്ഷെ അവരുടെ നിലപാട് ശരിയല്ല. ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണയാണ് അവർക്ക് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് അവരുടെ നിലപാട് ഗവൺമെൻറ് നിലപാടിന് വിരുദ്ധമാണ്. ആയിക്കോട്ടെ, രാഷ്ട്രീയമായ എതിർപ്പുകൾ അവർ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കട്ടെ എന്നുള്ളതാണ്. അതിനകത്തൊരു സംഘർഷത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. അവർ ഗവൺമെൻറ്റിനോട് സംഘർഷത്തിന് വന്നിട്ടില്ലല്ലോ. വനിതാ മതിലിനെ വർഗീയ മതിൽ എന്ന് വിശേഷിപ്പിച്ചവർ തലയ്ക്ക് സുഖമില്ലാത്തവരാണെന്ന് മന്ത്രി M.M. മണി. വനിതാ മതിലിന് LDFനേക്കാൾ പ്രചാരണം നൽകിയ പ്രതിപക്ഷത്തിനും BJPക്കും നന്ദിയുണ്ട്. വനിതാ മതിൽ ഗിന്നസ് ബുക്കിൽ കയറുമെന്നും മന്ത്രി എറണാകുളത്ത് പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിയുള്ളവരൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാനെന്നാണ് എൻ്റെ ഒരു ധാരണയാണ്. പിന്നെ ഇപ്പം ചെയ്യാതെ അതിന് ഗവൺമെൻറ് സംവിധാനമൊക്കെ ഇല്ല. അവരെന്താ നോക്കട്ടെ, അല്ലാണ്ട് ഇപ്പം നമ്മളെന്താ ചെയ്യാൻ ഇല്ലേ? വനിതാ മതിലിൽ കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന ഹൈക്കോടതി ഉത്തരവിനെ വിമർശിച്ച ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ P. സുരേഷിനെതിരെ കോടതി അലക്ഷ്യത്തിന് ഹർജി. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ ബാലാവകാശ കമ്മീഷൻ ഹൈക്കോടതി ഉത്തരവിനെ വിമർശിച്ചത് തെറ്റായ നടപടിയാണ്. ഇത് ഹൈക്കോടതിയെ വിലയിടിച്ച് കാണിക്കാനുള്ള ശ്രമമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് കുട്ടികളുടെ ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനം ആണ് എന്നായിരുന്നു കമ്മീഷന്റെ വിമർശനം.
സഭാ തർക്കത്തിൽ സമവായ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന നിലപാടുമായി ഓർത്തഡോക്സ് വിഭാഗം രംഗത്ത്. സമവായ ചർച്ചയ്ക്കായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. കൊച്ചിയിൽ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ വീട്ടിൽ നടന്ന വ്യക്തിപരമായ കൂടിക്കാഴ്ചയെ യാക്കോബായ സഭ ദുഷ്ടലാക്കോടെ വളച്ചൊടിച്ചുവെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആരോപണം. എന്നാൽ സമവായ ചർച്ചകൾ ഇനിയും തുടരും എന്ന നിലപാടിലാണ് യാക്കോബായ സഭ. സഭാ തർക്കത്തിൽ നിലവിൽ ഒരു ചർച്ചയ്ക്കും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ഓർത്തഡോക്സ് സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പുസ്തക പ്രകാശനത്തിന് ക്ഷണിക്കാനായാണ് കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് മെത്രാൻ ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് KG ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയത്. ആ സമയം യാക്കോബായ വിഭാഗത്തിലെ ബിഷപ്പുമാരടക്കം അവിടെയുണ്ടായിരുന്നു. യാക്കോബായ സഭയ്ക്ക് കൂടുതൽ പരിക്കേൽക്കാതെ മുഖം രക്ഷിക്കാൻ ഒത്തുതീർപ്പ് സാഹചര്യം ഒരുക്കണമെന്ന് KG ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ തനിക്കാവില്ലെന്ന് അവിടെ വെച്ച് തന്നെ അറിയിച്ചതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. കോടതികളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനായി വാർത്തകൾ സൃഷ്ടിക്കാനാണ് യാക്കോബായ വിഭാഗത്തിന്റെ ശ്രമമെന്നാണ് ഓർത്തഡോക്സ് പക്ഷത്തിന്റെ വിമർശനം. എന്നാൽ കോടതി മുഖാന്തരമല്ല, മറിച്ച് ജനാധിപത്യപരമായി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ മധ്യസ്ഥതയിൽ നടന്നത് സമവായ ചർച്ച തന്നെയാണെന്നുമാണ് യാക്കോബായ വിഭാഗത്തിന്റെ വാദം. ചർച്ചകൾ ഇനിയും തുടരുമെന്നും യാക്കോബായ വിഭാഗം പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കൊല്ലത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ തലക്കടിച്ച് കൊന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. പവിത്രേശ്വരം സ്വദേശി സുനിൽകുമാറാണ് പിടിയിലായത്. കൊല്ലപ്പെട്ട ദേവദത്തനും പ്രതിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പവിത്രേശ്വരത്തിനടുത്ത് റബ്ബർ തോട്ടത്തിൽ പ്രതി ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിച്ച ഇയാളെ സാഹസികമായാണ് പിടികൂടിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. കൊല്ലപ്പെട്ട ദേവദത്തനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പ്രതി സുനിൽകുമാർ പോലീസിനോട് പറഞ്ഞു. ഇരുവർക്കുമെതിരെ അബ്കാരി കേസുകളുമുണ്ട്. ഇന്നലെ പവിത്രേശ്വരം സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ലിപ്പ് വിതരണത്തിനായി ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവെയായിരുന്നു CPM നേതാവായ ദേവദത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു വീഴ്ത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കും വാരിയലിനും ഗുരുതര പരിക്ക് പറ്റിയ ദേവദത്തിനെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM പവിത്രേശ്വരം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. ദേവദത്തിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും കൊലയ്ക്ക് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നും CPM ആരോപിക്കുന്നു. ന്യൂസ് 18 കൊല്ലം. KPCC രാഷ്ട്രീയകാര്യ സമിതി ഇന്ന് ചേരും. പുനഃസംഘടനയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമാണ് മുഖ്യ അജണ്ട. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചുമതലയേറ്റെടുത്ത് മാസങ്ങളായിട്ടും KPCC എക്സിക്യൂട്ടീവ് പുനഃസംഘടിപ്പിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി പുനഃസംഘടന സംബന്ധിച്ച് മുല്ലപ്പള്ളി നേരത്തെ പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രാഥമിക ചർച്ചയും രാഷ്ട്രീയകാര്യ സമിതിയിൽ നടത്തും. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകും. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. മകരവിളക്ക് കാലത്തെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് സംഘം ഇന്ന് രാവിലെ സന്നിധാനത്തെത്തി. ശബരിമലയിലെ നിരോധനാജ്ഞ ജനുവരി 5 വരെ നീട്ടാൻ കലക്ടർ ഉത്തരവിട്ടു. 22 ദിവസം നീണ്ടുനിൽക്കുന്ന മകരവിളക്ക് തീർത്ഥാടനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. വൈകിട്ട് 5-ന് മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയാണ് നട തുറക്കുക. തുടർന്ന് മേൽശാന്തി 18-ാം പടിക്ക് താഴെയുള്ള ആഴി തെളിയിക്കും. നാളെ പുലർച്ചെ 3:30-ക്ക് തന്ത്രി കണ്ഠര രാജീവരുടെ കാർമ്മികത്വത്തിൽ നെയ്യഭിഷേകം ആരംഭിക്കും. ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞ ജനുവരി 5 വരെ നീട്ടി പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മകരവിളക്ക് കാലത്തെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് സംഘം രാവിലെ സന്നിധാനത്തെത്തി ചുമതലയേറ്റു. IG ബൽറാം കുമാർ ഉപാധ്യായയ്ക്കാണ് സന്നിധാനത്തെയും പമ്പയിലെയും ചുമതല. നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിൽ DIG സഞ്ജയ് കുമാർ ഗരുഡ് സുരക്ഷയ്ക്ക് നേതൃത്വം നൽകും. 2175 പോലീസുകാരെയാണ് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. മകരവിളക്കിന് ശേഷം ജനുവരി 20-ന് നടയടയ്ക്കും. ന്യൂസ് 18 ശബരിമല. 86ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ഗുരുദർശനത്തിന് എല്ലാ കാലത്തും പ്രസക്തിയുണ്ടെന്ന് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് ഗവർണർ P സദാശിവം പറഞ്ഞു. തീർത്ഥാടനം മറ്റന്നാൾ സമാപിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശിവഗിരി തീർത്ഥാടനമാണ് ഗവർണർ P സദാശിവം ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തത്. നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിന്റെ ദർശനങ്ങൾക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ടെന്നും ഗവർണർ പറഞ്ഞു. The increasing participation in the Shivagiri Tirthadanam is an indication of the ever-increasing relevance of teaching of Sri Narayana Guru. As we all know, Guru's matchless wisdom, philosophy have transcended the boundaries of time and convictions of faiths. ജാതിയുടെയും മതത്തിന്റെയും അടക്കം എല്ലാ മതിലുകളും തകർക്കപ്പെടാനുള്ളതാണെന്നും ഗുരുവിന്റെ ആശയങ്ങൾ ഇപ്പോൾ പ്രാധാന്യം ഏറി വരികയാണെന്നും
KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മതിലുകളും തകർക്കപ്പെടണം. ജാതിയുടെ മതത്തിന്റെ ഉച്ചനീചത്വത്തിന് ആ മതിലുകൾ തകർക്കാൻ ആഹ്വാനം ചെയ്ത ഗുരുദേവന്റെ ചിന്തകൾ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ ഇന്ന് വളരെ പ്രസക്തമാണെന്ന് മാത്രം ഞാൻ പറയട്ടെ. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിന്റെ പുനർനിർമ്മാണം ഗുരുദർശനത്തിലൂടെ എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പങ്കെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ കൊട്ടിയൂരിൽ തോക്കേന്തി പ്രകടനം നടത്തിയ മാവോയിസ്റ്റുകളെ തിരിച്ചറിഞ്ഞു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊട്ടിയൂരിലെത്തിയത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവർക്കായി പോലീസ് തെരച്ചിൽ ശക്തമാക്കി. കണ്ണൂർ കൊട്ടിയൂരിൽ തോക്കേന്തി പ്രകടനം നടത്തിയ മാവോയിസ്റ്റുകളെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു. ദീർഘനാളായി തിരയുന്ന CP മൊയ്തീനാണ് സംഘത്തലവൻ എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ബോംബ് കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ഇയാളുടെ കൈക്ക് നേരത്തെ പരിക്കേറ്റിരുന്നു. മറ്റൊരായുധധാരി രാമുവാണ്. കവിത എന്നറിയപ്പെടുന്ന കീർത്തിയാണ് സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീ എന്നും പോലീസ് സ്ഥിരീകരിച്ചു. ആദിവാസി മേഖലയിൽ മാവോയിസ്റ്റുകൾക്കുള്ള ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാവോയിസ്റ്റുകളെ അകറ്റുന്നതിന് ആദിവാസി കുടുംബത്തിൽ ഒരാൾക്ക് വീതം സർക്കാർ ജോലി നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് മന്ത്രി AK ബാലൻ വ്യക്തമാക്കി. ഒരു കുടുംബത്തിൽ, ഒരു ആദിവാസി കുടുംബത്തിൽ ഒരു തൊഴിൽ, ഒരാൾക്ക് തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വീട് കമ്മിറ്റഡാകും. ഗവൺമെന്റിനോടും സമൂഹത്തോടും ഒക്കെ ഉള്ള വിരിയിട്ടുണ്ടാവും. അവിടെ ഒരു ഉദ്യോഗസ്ഥനുണ്ടായാലും ഒരു ജീവനക്കാരനുണ്ടായാലും. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് മാവോയിസ്റ്റ് സംഘം കൊട്ടിയൂർ അമ്പായത്തോട് കവലയിൽ പ്രകടനം നടത്തിയത്. കാട്ടുതീ എന്ന വാർത്താ ബുള്ളറ്റിൻ വിതരണം ചെയ്യുകയും പ്രദേശത്ത് പോസ്റ്റർ പതിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വയനാട്ടിലിറങ്ങിയ മാവോയിസ്റ്റുകളിലും ഇതേ സംഘത്തിൽപ്പെട്ടവർ ഉണ്ടായിരുന്നു. കണ്ണൂരിനും വയനാടിനും നടുവിലുള്ള വനമേഖലയിൽ കബനീദളം സജീവമാകുന്നത് പോലീസിന് തലവേദനയാകുകയാണ്. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ പോലീസുകാരനെ ആൾക്കൂട്ടം എറിഞ്ഞുകൊന്ന സംഭവത്തിൽ 28 പേർ അറസ്റ്റിൽ. FIR-ൽ പേരുള്ള 32 പേർക്ക് പുറമെ 60 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു. പോലീസിനെ വിമർശിച്ച് കൊല്ലപ്പെട്ട കോൺസ്റ്റബിൾ സുരേഷ് വത്സിന്റെ മകൻ VP സിംഗ് രംഗത്തെത്തി. സംവരണം ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ പ്രാദേശിക കക്ഷിയായ നിഷാദ് പാർട്ടി നടത്തിയ ദേശീയപാത ഉപരോധത്തിനിടെയുണ്ടായ കല്ലേറിലാണ് പോലീസ് കോൺസ്റ്റബിൾ സുരേഷ് വത്സ് കൊല്ലപ്പെട്ടത്. ഗാസിപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി നടന്ന മണിക്കൂറുകൾക്കകമാണ് ആക്രമണം ഉണ്ടായത്. സുരേഷും മറ്റ് ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയുടെ റാലിയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. തിരിച്ചറിഞ്ഞ 32 പ്രതികൾക്ക് പുറമെ 60 പേർക്കെതിരെ കൂടി കേസെടുത്തു. ഇവർക്കായി അന്വേഷണം ശക്തമാക്കിയതായി ഗാസിപൂർ പോലീസ് അറിയിച്ചു. അതിനിടെ പോലീസിനെ വിമർശിച്ച് കൊല്ലപ്പെട്ട കോൺസ്റ്റബിൾ സുരേഷ് വത്സിന്റെ മകൻ VP സിംഗ് രംഗത്തെത്തി. സ്വയം സംരക്ഷിക്കാനാകാത്ത പോലീസിന് എങ്ങനെയാണ് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനാവുകയെന്നും നഷ്ടപരിഹാര തുക കൊണ്ട് എന്തു ചെയ്യാനാകുമെന്നും VP സിംഗ് ചോദിച്ചു. യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിൽ പോലീസുകാർ പോലും സുരക്ഷിതരല്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സംഭവത്തിൽ പങ്കില്ലെന്ന് നിഷാദ് പാർട്ടി നേതാവ് സഞ്ജയ് കുമാർ നിഷാദ് പറഞ്ഞു. ന്യൂസ് 18 ഡൽഹി. മേഘാലയയിൽ ഖനിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. ഖനിക്കുള്ളിൽ പ്രവേശിക്കാനുള്ള നാവികസേനയുടെ പ്രത്യേക സംഘത്തിന്റെ ശ്രമം ഇന്നലെ പരാജയപ്പെട്ടിരുന്നു. ഇതോടെ ഖനിയിലെ വെള്ളം വറ്റിക്കാനായി കൂടുതൽ പമ്പുകൾ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി 15 തൊഴിലാളികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. തെരച്ചിലിനിടെ തൊഴിലാളികളുടെ 3 ഹെൽമറ്റുകൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ശൈത്യം രേഖപ്പെടുത്തി രാജ്യതലസ്ഥാനം. 2.6 ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. ഉത്തരേന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലും അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. 2013 ശേഷം അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ശൈത്യകാലത്തിലൂടെയാണ് ഡൽഹി കടന്നുപോകുന്നത്. ഇന്ന് രാത്രിയോടെ ശൈത്യം 2 ഡിഗ്രി താഴുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഡൽഹിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന ചൂട് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിശൈത്യം തുടരുന്നതിനിടെ വായു മലിനീകരണവും വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ മറ്റു നഗരങ്ങളിലും സമാന സ്ഥിതിയാണുള്ളത്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ 1 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. 6 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലെ കുറഞ്ഞ താപനില. ഹരിയാനയിലെ അംബാലയിലും ഗുർഗാവിലും 5 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. പ്രശസ്ത ചലച്ചിത്രകാരൻ മൃണാൾ സെൻ അന്തരിച്ചു. കൊൽക്കത്തയിലായിരുന്നു അന്ത്യം. 95 വയസ്സായിരുന്നു. വിവരങ്ങളുമായി PG പ്രബോധ് ചേരുന്നു. പ്രബോധ്, എപ്പോഴാണ് അദ്ദേഹം വിടവാങ്ങിയത്? വിവരങ്ങൾ എന്താണ്?
സനീഷ്, ഇന്ത്യൻ സിനിമയുടെ അതികായകന്മാരിൽ ഒരാൾ തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 കൊൽക്കത്തയിലെ വസതിയിൽ വെച്ചായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മൃണാൾ സെൻ അന്തരിച്ചത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇപ്പോൾ മരണവിവരം ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സമാന്തര സിനിമാ രംഗത്ത് ഒരു പുതിയ പാത വെട്ടിത്തുറന്ന വ്യക്തിത്വം എന്ന നിലയിലായിരിക്കും മൃണാൾ സെൻ എക്കാലവും ഓർമ്മിക്കുക. അത്തരത്തിൽ ഇന്ത്യൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. 27 ഫീച്ചർ ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുള്ള മൃണാൾ സെന്നിന് 12 അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ സിനിമയെ പിടിച്ചുയർത്തുന്നതിൽ മൃണാൾ സെൻ വഹിച്ച പങ്ക് വ്യക്തമാവുകയും ചെയ്യുകയാണ്. എന്തായാലും വലിയ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. ദാദാ അവാർഡ് അടക്കമുള്ള നിരവധി ദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമാവുക ഒരുപക്ഷെ പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ വളരെ വേഗത്തിൽ ഇന്ത്യൻ സിനിമാ അപ്രവാളികളിലേക്ക് പകർത്തുന്നതിൽ മൃണാൾ സെൻ വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ കാലത്തും ഒരുപക്ഷെ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാവുക. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ കേരളത്തിലും വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 10:30 ഇന്ത്യൻ സിനിമയിലെ അതികായകന്മാരിൽ ഒരാളെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന മൃണാൾ സെൻ വിടവാങ്ങിയത്. മൃണാൾ സെൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരിലൊരാൾ വിടവാങ്ങിയിരിക്കുന്നു. ചലച്ചിത്ര നിരൂപകൻ ശ്രീ ജി പി രാമേന്ദ്രൻ നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ ജി പി രാമേന്ദ്രൻ, പ്രത്യേകമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ലാത്ത പേരുകാരനാണ് ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം മൃണാൾ സെൻ. ഏത് നിലയ്ക്കുള്ള ശൂന്യതയായിരിക്കും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഉണ്ടാക്കുക? തീർച്ചയായും, പ്രത്യേകിച്ചും ഇന്ത്യൻ സിനിമയുടെ നവോത്ഥാനത്തിൽ ഘട്ടത്തിനും റേക്കും ശേഷം, സത്യജിത് ശേഷം ബംഗാളി സിനിമയെ നവസിനിമയായി വളർത്തിയെടുക്കുന്നതിലും അത് ജനകീയതയും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളും നിയോ റിയലിസത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുമാത്രമല്ല 60കളിലും 70കളിലും ബംഗാളിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാനം, മാറ്റങ്ങൾ, പുരോഗമനത്തിൻ്റെതായ മാറ്റങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ചലച്ചിത്ര ഭാഷ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും, പ്രിയയായാലും കൽക്കട്ട 71 ആയാലും എല്ലാ സിനിമകളിലും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും സിനിമയെ സ്നേഹിക്കുന്ന, ആധുനിക ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നല്ല സിനിമയെ സ്നേഹിച്ചവരെന്ന് ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പൊ അതിന്റെ ഒപ്പം നിൽക്കുകയും അതിന്റെ ഒരു ഐക്കണായി നിൽക്കുകയും പ്രത്യേകിച്ചും പിന്നെ ബംഗാളിലെ പുരോഗമന മുന്നേറ്റത്തോടൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിക്കുകയും ചെയ്ത മൃണാൾ ദാ നമുക്ക് കേരളീയർക്കും വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തെ കയ്യൂരിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ സിനിമ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, നമുക്കും അത് കഴിഞ്ഞില്ല. എങ്കിലും അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ യാത്രകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അത്രമാത്രം ഇന്ത്യയിലെ 20ാം നൂറ്റാണ്ടിലെ ആധുനിക ഇന്ത്യ രൂപീകരിച്ചതിൽ ഉള്ള മൂല്യങ്ങൾ, അത് നെഹ്റുവിന്റെ മൂല്യങ്ങളാകാം, അതിനുശേഷമുള്ള ഇടതുപക്ഷ മൂല്യങ്ങളാകാം, അതുപോലെ തന്നെ ചലച്ചിത്രത്തിന്റെ സൗന്ദര്യാത്മക മൂല്യങ്ങളാകാം. ഈ മൂല്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ട ഒരു പ്രതീകം എന്നുള്ള രീതിയിലാണ് മൃണാൾ സെന്നിനെ ചലച്ചിത്ര ആസ്വാദകർ ഇന്ത്യയിലുടനീളം, ഇന്ത്യക്ക് പുറത്തും വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം നമ്മൾക്ക് യഥാർത്ഥത്തിൽ വലിയ ഒരു ശൂന്യത തന്നെയാണ് ഉണ്ടാക്കുന്നത്. ശ്രീ ജി പി രാമേന്ദ്രൻ, ഇവിടെ ഈ സമാന്തര സിനിമകളിൽ അല്ലെങ്കിൽ അതിശക്തമായുള്ള രാഷ്ട്രീയ ഉള്ളടക്കമുള്ള സിനിമകൾ എടുത്തപ്പോൾ തന്നെയും മിഥുൻ ചക്രവർത്തിയെ പോലെ പിന്നീട് വലിയ താരങ്ങളായി മാറിയ അഭിനേതാക്കളെ കൊണ്ടുവന്നതും ആദ്യമായിട്ട് അഭിനയിപ്പിച്ചതും അവതരിപ്പിച്ചതും അദ്ദേഹമാണ്. ആ നിലക്ക് രാജ്യത്തെ ജനസാമാന്യം, സിനിമ കാണുന്ന ജനസാമാന്യത്തിലേക്ക് കൂടെ ഇറങ്ങിച്ചെന്ന സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തീർച്ചയായും അത് എല്ലാ സിനിമകളും അതേപോലെ ഒരുപക്ഷെ ജനപ്രിയമായിട്ടുണ്ടാവില്ല. എങ്കിൽ തന്നെയും അദ്ദേഹം ബംഗാളി മാത്രമല്ല, അദ്ദേഹം ഹിന്ദിയിലും ഒറിയ ഭാഷയിലും എല്ലാം തന്നെ അദ്ദേഹം മറ്റു ഭാഷകളിലെല്ലാം തന്നെ എടുക്കുകയും ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റിൽ തന്നെ, ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് എപ്പോഴും ഒരു ബംഗാളി സിനിമയുടെ ഒരു മൂല്യമാണത്. അത് പ്രത്യേകമായ ഒരു തത്വമായിരിക്കെ തന്നെ അതിനൊരു പാൻ ഇന്ത്യൻ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരികയും നേരത്തെ പറഞ്ഞതുപോലെ മിഥുൻ ചക്രവർത്തി അടക്കമുള്ള താരങ്ങളെയും പലപ്പോഴും അല്ലെങ്കിൽ അവരെ മിഥുൻ ചക്രവർത്തി കൊണ്ടുവന്ന അദ്ദേഹമാണ്, പിന്നീടാണ് അദ്ദേഹം താരമായി മാറുന്നത്. അപ്പൊ തീർച്ചയായും അത്തരത്തില് സിനിമയുടെ അടിസ്ഥാനപരമായി തന്നെ ഇന്ത്യൻ സിനിമയുടെ മുന്നേറ്റത്തിന് വലിയ പങ്ക് വഹിച്ചൊരു വ്യക്തിത്വമാണ് മൃണാൾ സെൻ. ഇപ്പോൾ മൃഗേ പോലുള്ള സിനിമകളിലാണെങ്കിലും ഈ പറയുന്ന ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള അല്ലെങ്കിൽ തൊഴിലാളികൾ അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ അത്തരമൊരു രാഷ്ട്രീയം, അങ്ങനെ രാഷ്ട്രീയമായിട്ട് തന്നെയും പ്രത്യേകമായിട്ട് കാണേണ്ടുന്ന സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത് ഏത് നിലക്കാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ രാഷ്ട്രീയത്തെ കാണേണ്ടത്? തീർച്ചയായും അദ്ദേഹത്തിന്റെ സിനിമയിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സത്യജിത് റായുടെയും ഘട്ടക്കിന്റെയും സിനിമകളിൽ, ഘട്ടക്ക് കുറെ കൂടി പുരോഗമന സ്വഭാവമുള്ള സിനിമ ആയിരിക്കെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച വിഭജനത്തിന്റെ വേദനകളും മുറിവുകളുമാണ് ഘട്ടക്കിനെ ഇതാക്കിയിരുന്നത്. അതേസമയത്ത് നെഹ്റുവിയൻ മൂല്യങ്ങളാണ് സത്യജിത് റായുടെ
സിനിമകളെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ നിന്ന് തികച്ചും കുറച്ചുകൂടി പിന്നെ മുന്നോട്ട് വന്ന് ഒരു ഇടതുപക്ഷ പുരോഗമന മൂല്യങ്ങൾ, സോഷ്യലിസ്റ്റ് മൂല്യങ്ങളൊക്കെ തന്നെ ആധുനിക ബംഗാളിനെ സൃഷ്ടിച്ചെടുത്ത ആ മൂല്യങ്ങളുടെ ഒരു വക്താവായിരുന്നു മൃണാൾ സെൻ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ സിനിമകളിൽ കൃത്യമായി ആവിഷ്കരിക്കാനും അതിന്റെ ചലച്ചിത്ര ഭാഷ അതിനനുസരിച്ച് രൂപപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിച്ചു എന്നത് നിർണായകമാണ്. വളരെ നന്ദി ശ്രീ ജി പി രാമേന്ദ്രൻ ഞങ്ങളോട് സംസാരിച്ചതിന്. പ്രശസ്ത ചലച്ചിത്രകാരൻ മൃണാൾ സെൻ അന്തരിച്ചു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വിവരം വന്നത്. അന്ത്യം കൊൽക്കത്തയിലെ വസതിയിൽ വെച്ചായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ സിനിമാ വേദിയിൽ വളരെ കൃത്യമായ നിലക്ക് അടയാളപ്പെടുത്തപ്പെട്ട സിനിമകൾ അടയാളപ്പെടുത്തപ്പെട്ട ആളാണ് മൃണാൾ സെൻ. ഇപ്പോൾ സംവിധായകനും ക്യാമറാമാനുമായ ശ്രീ വേണു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ വേണു, താങ്കൾ എങ്ങനെ അദ്ദേഹത്തെ അനുസ്മരിക്കും, ഓർക്കും? ഇന്ത്യൻ സിനിമയിലെ പിന്നെ എന്താ പറയണ്ടേ, പുതിയ സിനിമയുടെ വളരെ സ്ട്രോങ് ആയ ആളായിരുന്നല്ലോ മൃണാളിന്റെ. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ആളാണ് ഇപ്പോ മരിച്ചത്. നമുക്കൊക്കെ വളരെ, എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളല്ലായിരുന്നു, പക്ഷെ എനിക്കൊക്കെ പിന്നെ എന്താ പറയണ്ടേ, അദ്ദേഹം ഒരു വളരെ വലിയൊരു ഇമേജ് ആയിരുന്നു. താങ്കളടക്കമുള്ള ആളുകളുടെ സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഏത് വിധത്തിൽ ഊർജ്ജമേകിയ ആളാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ സിനിമകൾ ഏത് നിലക്കാണ് പുതിയ കാലത്തിന്റെ സിനിമാ പ്രവർത്തകരെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുക? അല്ല, അന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ മൃണാൾ സെന്റെ കൽക്കട്ട 71 അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഒരുപാട് ഇംപ്രസ് ചെയ്ത സിനിമകളാണ്. അതായത് ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾക്ക് സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ തോന്നിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എനർജി കൊടുത്തിട്ടുള്ള സിനിമകളാണ് അതൊക്കെ. അതിൻ്റെയൊക്കെ ഈ കലാമൂല്യമൊക്കെ അളന്ന് കുറിച്ച് നോക്കി ഒരു അനാലിസിസിനല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇമോഷണലി അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സിനിമകളായിരുന്നു. വളരെ വളരെ നന്ദി ശ്രീ വേണു ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീമതി ബീന പോൾ, എഡിറ്റർ, ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ബീന പോൾ, എങ്ങനെ അടയാളപ്പെടുത്തേണ്ടുന്ന സിനിമകളാണ് അദ്ദേഹത്തിൻ്റെത്? വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയാമായിരുന്നോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർമ്മകളുണ്ടോ? എങ്ങനെ അനുസ്മരിക്കും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ? അയ്യോ, എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. കാര്യം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ അഡ്മിഷൻ സമയത്ത് നമ്മുടെ ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ മൃണാൾദ ആയിരുന്നു. അന്ന് എന്നെ തിരഞ്ഞെടുത്ത് എനിക്ക് അങ്ങോട്ട് ഒരു സീറ്റ് തന്നത് എൻ്റെ കരിയറിന്റെ തുടക്കമായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ കൽക്കട്ടയിൽ പോകുമ്പോഴേ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ വളരെ അടുപ്പായിരുന്നു പുള്ളി. ഇപ്പൊ എങ്ങനെ പറയാ, നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ഇനോഗ്രേഷൻ പുള്ളിയാ ചെയ്ത്. പിന്നെ IFFKയുടെ ആദ്യത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മൃണാൾദായ്ക്കായിരുന്നു. പക്ഷെ അതിന്റെ ഒക്കെ ഉപരി പുള്ളിയുടെ ഒരു പൊളിറ്റിക്കലും ഒരു ഫിലിം മേക്കിംഗ്, ഇപ്പൊ നവോത്ഥാന സിനിമ എന്നൊക്കെ ഞങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ പുള്ളിയുടെ ഒരു സ്റ്റാമ്പ് ഉറപ്പായിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ അവയർനെസ്സും പൊളിറ്റിക്കൽ ഒരു കോൺഷ്യസ്നെസ് കൂടെയാണ് പുള്ളി എല്ലാ സിനിമകളും ചെയ്തിരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു മൃണാൾ സെന്നിന്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്. നല്ല സിനിമ വിത്ത് എ പോയിന്റ് ഓഫ് വ്യൂ, വിത്ത് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യ ആയിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്. വളരെ നന്ദി ശ്രീമതി ബീന പോൾ ഞങ്ങളോട് സംസാരിച്ചതിന്, അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്. ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വലിയ അടിയൊഴുക്കുകളുള്ള കൃത്യമായ രാഷ്ട്രീയം പറയുന്ന സിനിമകളായിരുന്നു മൃണാൾ സെൻ്റേത്. അദ്ദേഹത്തിൻ്റെ അന്ത്യം അല്പസമയം മുമ്പാണ്, ഇന്ന് രാവിലെ 10:30 എന്നാണ് കാണുന്നത്. ബംഗാളിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് അന്ത്യമുണ്ടായത്. 95 വയസ്സായിരുന്നു. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം, പത്മഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നിൻ്റെ ഉടമയാണ് ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത്.